അച്ഛാ എന്താ മോളെ? അയ്യോ എനിക്കിപ്പോ വേണ്ട, എനിക്ക് തീരെ ദാഹമില്ല. ഇത് ദാഹത്തിനുള്ള അല്ല, ഹോർലിക്സാ. അച്ഛൻ അസുഖമൊന്നും വരാതിരിക്കാൻ. അസുഖം വരാതിരിക്കാൻ ഹാർലിക്സ്? അല്ല വേണ്ടെന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ല. എന്തോന്ന് കഴുകിട മുഷിഞ്ഞതാ. അയ്യോ അതൊക്കെ ഞാൻ മദനം ചെയ്തോളൂ വന്ന്. വേണ്ടച്ച, ഞാൻ തന്നെ കഴുകിട്ടോളാം. മദനം മാർക്കറ്റിൽ പോയിരിക്കാം. പാവം പെണ്ണ്. ചായ ചായ അവിടെ വെച്ചൂടെ? കയ്യിൽ പിടിപ്പിച്ചു കിടന്നു എന്താ നിർബന്ധം? ഞാൻ തെറ്റുകാരിയാണ്. പക്ഷെ ഞാൻ അങ്ങേ വഞ്ചിച്ചിട്ടില്ല. എന്നോട് എന്തിനിങ്ങനെ ക്രൂരമായി പെരുമാറുന്നു? എന്നോട് സുവിശേഷമൊന്നും പറയണ്ട. ഒരു സ്ത്രീയെയും എനിക്ക് വിശ്വാസമില്ല. എന്റെ മുമ്പിൽ ഈ അഭിനയൊന്നും വേണ്ട. ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ചായ കുടിക്കാം. കരയാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു സ്ത്രീ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്കറിയാം. ആരും അറിയാതെ അത് മൂടി വെച്ച് വേണമെങ്കിൽ എനിക്കങ്ങ് വഞ്ചിക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ലല്ലോ. എന്നിട്ടും എന്റെ മനോവേദന ആർക്കും മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാകും. അതിന് ഉത്തരവാദി ഞാനാണെന്നും അറിയാം. നമ്മൾ രണ്ടും എന്തിനിങ്ങനെ തീരുന്നണം? ദയവ് ചെയ്ത് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കൂ. വീട്ടിലോ? അച്ഛനോട് ഞാൻ എന്ത് പറയും? അത് നടക്കില്ല. പിന്നെ എന്നെ ഇങ്ങനെ ക്രൂശിക്കാമെന്നാണോ? ശ്യാമള, ഇപ്പോഴെങ്കിലും എന്റെ പേരൊന്ന് വിളിച്ചല്ലോ. സുരേഷ്, അച്ഛൻ വിളിക്കുന്നു. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വന്നിട്ട് ഏറെ നേരമായോ? ഉള്ളൂ, അതിലെ നിന്നെ വിളിച്ചത്. ഇരിക്കൂ സുഷമേ. അച്ഛാ, എന്റെ ആത്മമിത്രമാണ് ജയൻ. ഞങ്ങൾ എപ്പോഴേ പരിചയപ്പെട്ട് കഴിഞ്ഞു. കുറെ കൂടെ നേരത്തെ വരണമെന്ന് കരുതുക. പക്ഷെ അത് ഒരിക്കലും സംഭവിക്കാറില്ലെന്നേ ഉള്ളൂ. 5 മണിക്ക് ഞാൻ ഡ്രസ് ചെയ്ത് തയ്യാറായിരുന്നതാ. കാത്തിരുന്ന് മുഷിഞ്ഞു. ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാ മോളെ. പോലീസുകാരനല്ലേ, ഏതെങ്കിലും കുറ്റവാളികൾ പുറകെ പോയി കാണും. എന്നാലും പറയുന്ന വാക്ക് പാലിക്കണ്ടേ? ഇവിടെ വേറെ ഞാൻ മനഃപൂർവ്വം താമസിക്കുന്നതാണെന്നാ. ഏതായാലും നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. ശ്യാമള എവിടെ? മുകളിലുണ്ട്. നീ അവളെ ഒന്നിങ്ങോട്ട് വിളിക്ക്. എന്റെ ഒരു സുഹൃത്തും ഭാര്യയും വന്നിട്ടുണ്ട്. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. വളരെ സ്നേഹത്തോടെ അവരോട് പെരുമാറണം. കൂടുതൽ സ്നേഹം അഭിനയിക്കണമെന്നല്ലേ? ശ്യാമള ഇരിക്കെ. ഇല്ല, ഞാൻ പിന്നീട് കഴിച്ചോളാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നേ. ശ്യാമളയ്ക്ക് ഇത് വലിയ നിർബന്ധമാണ്. അവള് വിളമ്പിക്കൊടുത്ത് ആണുങ്ങൾ കഴിച്ചു കഴിഞ്ഞേ അവൾ തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളെ കല്യാണം കഴിച്ചാ ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. കേട്ടോ, നോക്കിട്ട് വെച്ചതാ. അതെനിക്കറിഞ്ഞൂടെ? ഞാൻ എന്നും ജയേട്ടന്റെ ഒപ്പം ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിനെന്നെ നിർബന്ധിക്കുന്ന ജയേട്ടൻ തന്നെയാ. എനിക്കും ശ്യാമളയുടെ ഈ ശീലത്തോടാണ് ഇഷ്ടം. ഒരു കണക്കിൽ അത് നല്ലതാ. വിളമ്പിത്തരാൻ ഒരാൾ എപ്പോഴും അടുത്തുണ്ടാകുമല്ലോ. എനിക്കാണെങ്കിൽ ശ്യാമള തന്നെ വിളമ്പണം. അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. എത്ര പ്രാവശ്യം ഞാൻ തന്നോട് ശുപാർശ ചെയ്തതാ വേഗം ഒരു കല്യാണം കഴിക്കാൻ. ഏതായാലും ഈ വയസ്സുകാലത്തെങ്കിലും സുരേഷേട്ടൻ കല്യാണം കഴിച്ചല്ലോ. വയസ്സുകാരോ? അവളുടെ തന്തയെ ഞാൻ ചെറുപ്പമായിരിക്കുമ്പം അത് വയസ്സുകാരോ? സത്യം പറയാമല്ലോ, ശ്യാമള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തനിക്ക് ചേർന്ന ഒന്നാന്തരം ഒരു കുടുംബിനി. ഞാൻ പറഞ്ഞു ശരിയല്ലയോ? ശരിയാ ചേട്ടാ. നല്ല പാകതയും അടക്കവും ഒതുക്കവും ഉണ്ട്. എനിക്ക് തന്നെ അസൂയ തോന്നുന്നു. അത് പിന്നെ തോന്നാതിരിക്കുവോ? പെണ്ണെന്ന് പറഞ്ഞാലേ അസൂയല്ലയോ? ഈ ചേട്ടൻ എന്ത് പറഞ്ഞാലും കുറ്റമാണ്. ഏതായാലും നല്ലൊരു കൂട്ടുകാരില്ലാത്ത എന്റെ ബോറടി മാറി. അതെങ്ങനെ? ഞാൻ വന്നുകൊണ്ടാണോ? ഇവിടെ മറ്റാരുമായി എനിക്ക് കമ്പനിയില്ല. സദാസമയം വീട്ടിൽ തന്നെ. ആ, നിങ്ങൾ സർക്കിട്ടൊക്കെ തുടങ്ങിയോ? ഓ, ഇപ്പൊ ഹണിമൂണിന്റെ സമയമാണല്ലോ. എങ്ങും പോകാൻ സമയം കിട്ടില്ല അല്ലേ? ആഹാ, പെണ്ണങ്ങ് നാണിച്ചു പോയല്ലോ. ദേ നോക്കി, ഇനി നാണൊക്കെ അങ്ങ് കളയണം. കല്യാണം കഴിഞ്ഞാലുടൻ ഭർത്താവിനെ കയ്യിലെടുക്കണം. അതെങ്ങനെ? അയ്യോ മണ്ടി, ഈ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും. കല്യാണം കഴിഞ്ഞുള്ള 2 months കാലമാണ് പെണ്ണുങ്ങൾക്ക് അല്പം മാർക്കറ്റുള്ള സമയം. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാ പോയില്ലേ, പിന്നെ നമ്മളാ അവരെ വിടാത്തത്. അവര് വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കത്തില്ല. ഏത്?
എന്റെ അനുഭവമാ. ഇൻസ്പെക്ടറൊക്കെ അങ്ങ് പോലീസ് സ്റ്റേഷനിലാ. വീട്ടിൽ വന്നാലേ ഞാൻ അവിടുത്തെ ഇൻസ്പെക്ടർ. എന്തോന്നാ നമ്മുടെ ശ്രീമതി തട്ടിവിടുന്നത്? ഭർത്താക്കന്മാരെ നിലയ്ക്ക് നിർത്തേണ്ട വിധത്തെ കുറിച്ച് ഞാൻ ശ്യാമളെ ക്ലാസ് എടുക്കുകയായിരുന്നു. ഓ, ഇതുപോലെ വാചകം കിട്ടിയാൽ നമ്മളെ കൊണ്ട് പറ്റിയല്ല. ഇവളെ ഒരു വക്കീലാക്കിയാൽ എന്താന്ന് ഞാൻ ആലോചിക്കുക. ഓ പിന്നെ ഇതല്ലേ നിങ്ങളുടെ ബെഡ്റൂം? അതെ. പിന്നെന്താ 2 കട്ടിലും 2 ദിക്കി കിടക്കുന്നത്? അത് ശരിയാണല്ലോ. എന്ത് പറ്റി ശ്യാമളെ? അത് രാവിലെ ഇങ്ങനെ മാറ്റിയിടും, അല്ലെങ്കിൽ ഡ്രസ് ചെയ്യാൻ പറ്റിയ സൗകര്യക്കുറവാ. പിന്നെ രാത്രി ഉറങ്ങാൻ സമയത്ത് 2 ചേർത്ത് ആരംഭിച്ചിടും. ഓ, അത് ശരി. ഞാൻ കരുതി കട്ടിലുകൾ നമ്മൾ പിണക്കമാണ്. ആ സുഷമേ, നമ്മൾ കൊണ്ട് സമ്മാനം എവിടെ? ആ, ഇത് സുരേഷിനുള്ള സമ്മാനമല്ല, ശ്യാമളയ്ക്കുമല്ല. എത്രയും വേഗം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് സുരേഷിന് കൊടുക്കണം. അവനുള്ള സമ്മാനം. സുരേഷ്, എന്താ നിന്റെ മുഖം വല്ലാതായത്? അല്ല, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയിലേ ആയുള്ളൂ. അതിനു മുമ്പ് കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ആശംസിക്കുന്നു. ഈടാ, നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2-3 വർഷമായില്ലേ? അത് ശരി, വരട്ടെ. അങ്ങനെ അങ്ങ് ധൃതിപ്പെട്ടാലോ? നമുക്കൊരു കൈ നോക്കിക്കളെ, അല്ലയോ വൈഫേ? ഈ ചേട്ടന് ഒരു നാണമില്ലേ? ആ, സമയം വളരെയായി, വരട്ടെ. ആ, നാളെ രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു വിരുന്നൊരുക്കുന്നുണ്ട്. 2 പേരും കാലേ കൂട്ടി എത്തിച്ചേർന്ന് ആ ചടങ്ങ് മംഗളമാക്കി തരണം. നാളെ തന്നെ വേണോ? അതിന് ഇനി സമയമുണ്ടല്ലോ. നോ, വിരുന്ന് മാറ്റി വെക്കുന്ന പ്രശ്നമേ ഇല്ല. ഡോക്ടർക്ക് വല്ല സീരിയസ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചാൽ മതി. അത് സുരേഷേട്ട ഉഴപ്പാൻ നോക്ക്. അത് എന്നോട് പറ്റിയില്ല. സുരേഷിനെയും പിടിച്ചുകൊണ്ട് വീട്ടിൽ വരുന്ന ജോലി ശ്യാമളെ ഏൽപ്പിച്ചിരിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ബായ്. വരൂ വൈഫൈ. വരട്ടെ. എത്രയും വേഗം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് സുരേഷിന് കൊടുക്കണം. അവനുള്ള സമ്മാനം. ആഹായിരുന്നോ? നീ ഇതിനകത്തുണ്ടായിരുന്നു. നീ നല്ലോണം പാടുമല്ലോ. അയ്യോ, അത് ഞാനല്ല. ഈ കാറിൽ ടേപ്പ് റെക്കോർഡറാ പാടിയത്. എന്റെ പൊന്നങ്ങനെ എനിക്ക് പാട്ടുകാരൊന്നും ആവണ്ട. പിന്നെ എന്റെ ലക്ഷ്യം വേറൊന്നാണ്. അതെന്താ? എനിക്ക് നല്ലൊരു ഡ്രൈവർ ആവണമെന്ന് ആഗ്രഹം. എന്നിട്ട് വേണം എനിക്ക് ഗൾഫിൽ പോകാൻ. ചതിക്കല്ലോ പൊന്നാണ്. കൊള്ളത്തില്ല. അടുക്കള പണിയാനൊട്ട് ഇഷ്ടമല്ല. പിന്നെ ഞാൻ നിന്നെ പിരിച്ചുവിടാൻ ചെയ്യും. എന്നെ വഴിയാധാര വാക്കല്ലേ എന്റെ പൊന്നങ്ങനെ. അടുക്കള പണി ചെയ്തോളാമോ? ഓ, ചെയ്തോളാമേ. കാലമർത്തിക്കോളാമോ? എന്നാ നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ചേച്ചി, ഡോക്ടർ സാർ വിളിക്കുന്നു. അതെ, എവിടെ? മോളിലുണ്ട്. എന്നെ വിളിച്ചോ? വിളിച്ചു. അടുത്തു വരും. വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയാനാണ് നിന്നെ വിളിച്ചത്. ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കുമല്ലോ? അനുസരിക്കാം. വൈകുന്നേരം ഞാൻ വരുമ്പോ നീ ഒരുങ്ങി നിൽക്കണം. നമുക്കൊരുമിച്ച് പുറത്തേക്ക് പോകണം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ലേഡി ഡോക്ടറുണ്ട്. അവരെ ചെന്ന് കാണാം. എന്താ ഞെട്ടിയത്? ഇതാരും അറിയില്ല. ആ ലേഡി ഡോക്ടർ ഇത് നിസ്സാരമായി ചെയ്തു. അയ്യോ, അത് അപകടമാണ്. എന്താ പറഞ്ഞത്? അത് ഡോക്ടറെ ഞാൻ തീരുമാനിച്ചോളാം. ഈ കുട്ടിയെ കൊണ്ട് നീ എന്നെ അച്ഛാന്ന് വിളിപ്പിക്കാനാണോ പാവം? വളരെയേറെ ആലോചിച്ചതിന് ശേഷം ഞാനെടുത്തൊരു തീരുമാനമാണിത്. ഇതിന് മാറ്റമില്ല. ഞാൻ പറയുന്നത് എന്തും അനുസരിക്കാമെന്നില്ലേ അല്പം മുമ്പ് നീ പറഞ്ഞത്?
എന്തും അനുസരിക്കാം. പക്ഷെ ഇത് അനുസരിക്കണം. എന്നോടൊത്ത് ജീവിക്കണമെന്ന് ആശയമുണ്ടെങ്കിൽ.